നമ്മളെ പ്രൊഡക്റ്റിൽ എത്രത്തോളം കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുക്കേണ്ടതിനനുസരിച്ച് തന്നെ ആ ബിസിനസ്സിനെ ഒപ്റ്റിമൈസ് ചെയ്യാനും സ്കെയിൽ ചെയ്യാനൊക്കെ ഉള്ള ഡിഫിക്കൽറ്റി ഭയങ്കര കൂടും. ഇപ്പോൾ ഈ സ്റ്റീൽ വിൻഡോ ബിസിനസ്സിലൊക്കെ CNC ലേസർ കട്ടിങ് ഇതൊക്കെ വന്നതോട് കൂടിയിട്ട് തന്നെ ഒരു ആർക്കിടെക്റ്റ് എന്താണോ മനസ്സിൽ കാണുന്നത് അതേപോലെ ഉണ്ടാക്കി കൊടുക്കാൻ ഈ ബിസിനസ് ഓണർക്ക് കഴിയും, സ്റ്റീൽ വിൻഡോയിലൊക്കെ കഴിയും. പക്ഷെ അത്രയും കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് വന്നതോട് കൂടിയിട്ട് തന്നെ ഇതിനെ സ്കെയിൽ ചെയ്യാനും ഒപ്റ്റിമൈസ് ചെയ്യാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഭയങ്കര വലുതാണ്. ഇപ്പോൾ സാധാരണ ഈ KFC പോലത്തെ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ അതിലൊരൊറ്റ പ്രൊഡക്റ്റ്, ആ പ്രൊഡക്റ്റ് പല രീതിയിൽ പല കോംബോ ആക്കിയിട്ട് കൊടുക്കുക എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ലോകം മുഴുവൻ പല സ്ഥലത്തും പല ബ്രാഞ്ചുകളും തുടങ്ങിയിട്ട് ബിസിനസ് ഹൈ ലെവലിൽ ഹൈ വോളിയത്തിൽ പോകും, നല്ല പ്രോഫിറ്റിൽ സ്കെയിൽ ചെയ്യാൻ പറ്റും. ഈ സ്റ്റീൽ വിൻഡോ പോലത്തെ ബിസിനസ്സിലുള്ളൊരു കോമൺ പെയിൻ പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓരോ വരുന്ന പ്രൊജക്റ്റിൽ ഓരോ വരുന്ന വർക്കൗട്ടറിലും ഒരു 60-70% ഇതേപോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വിൻഡോസ് ആവും. ഇപ്പോൾ ആർക്കിടെക്റ്റ് വീട് ഡിസൈൻ ചെയ്യുന്നതനുസരിച്ച് തന്നെ അതിൻ്റെ എലിവേഷന് മാച്ച് ആവുന്ന രീതിയിലാണ് ഇവർ പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇത് ചെയ്യാനും പറ്റും, ലേസർ കട്ടിങ് ഇതൊക്കെ വന്നതോടുകൂടി തന്നെ ഈസി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിന് കൊട്ടേഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ വരെ ഈ ബിസിനസ്സിലെ ഒരു ടോപ്പ് ലെവലിൽ ഒരാൾ, ഈവൻ ഫൗണ്ടർ തന്നെ ഇരുന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രത്തോളം മെറ്റീരിയൽ വരുന്നുണ്ട്, എത്രത്തോളം വർക്ക് വരുന്നുണ്ടെന്നൊക്കെ നോക്കിയിട്ട് ഇവർക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ, കൊട്ടേഷൻ കൊടുക്കാൻ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഇതൊരാൾക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ ബിസിനസ് ഓണർക്ക് പിന്നെ കൂടുതൽ ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാൻ ഫോക്കസ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. അപ്പോൾ ഈ ഒരു പെയിൻ പോയിന്റിലാണ് നമ്മളൊരു സ്റ്റീൽ വിൻഡോ കൊട്ടേഷൻ എഞ്ചിൻ എന്നുള്ള ലെവലിക്കൊരു സംഭവം ഡെവലപ്പ് ചെയ്തെടുത്ത്. അപ്പോൾ ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വിൻഡോ അതിൻ്റെ ഹൈറ്റ് വിടുത്ത് പിന്നെ അതിലുള്ള കസ്റ്റമൈസേഷൻ ഓപ്ഷൻസ് കംപ്ലീറ്റ് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റും. പാനൽ ഏതൊക്കെ പാനലാണ് വരുന്നത്, മഞ്ചാരി വരുന്നുണ്ടോ, എത്ര ഇതിൻ്റെ ഹൈറ്റ് വിടുത്ത്, ഏതൊക്കെ ഡിസൈനാണ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ചൂസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എക്സാക്റ്റ് ഇതിന് എത്രയാണോ മെറ്റീരിയൽ കൺസപ്ഷൻ വരിക എന്നുള്ളത് നമ്മൾ സോഫ്റ്റ്വെയർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ എത്രയാണോ ആ കമ്പനിക്ക് പ്രോഫിറ്റ് മാർജിൻ ആഡ് ചെയ്യേണ്ടതെന്നുള്ള ആഡ് ചെയ്തിട്ടുള്ള ഒരു പ്രിൻ്റബിൾ കൊട്ടേഷൻ ഫോർമാറ്റ് നമുക്കിതിൽ ഓട്ടോമാറ്റിക് ജനറേറ്റ് ചെയ്ത് തരാൻ പറ്റും. അപ്പോൾ ഇതിൽ പ്രൈസ് മാറുന്നതനുസരിച്ച്, ഇപ്പോൾ സ്റ്റീലിൻ്റെയൊക്കെ പ്രൈസ് ഡെയിലി മാറുമല്ലോ, അപ്പോൾ മാറുന്നതനുസരിച്ച് ഇങ്ങനത്തെ മാറുന്ന കുറച്ച് പ്രൈസ് മാത്രം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഏതൊരു സ്റ്റാഫിനെയും ട്രെയിൻ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ എത്ര കസ്റ്റമൈസ്ഡ് ഏത് ടൈപ്പ് കസ്റ്റമൈസേഷൻ വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് ഒരു കൊട്ടേഷൻ ഇതിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൊട്ടേഷൻ ജനറേഷൻ എഞ്ചിൻ ഒരു സ്റ്റീൽ വിൻഡോ ബിസിനസ്സിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം പിന്നെ അവിടെ ഈസി ആയിട്ട് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈവൻ ഒരു സെയിൽസ് സ്റ്റാഫിനോ അല്ലെങ്കിൽ ഒരു സാധാ അക്കൗണ്ടൻറ്റിനൊക്കെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതങ്ങനെ സെറ്റ് ചെയ്ത് പോകും. അപ്പോൾ ബിസിനസ് ഓണർക്ക് ജസ്റ്റ് ഇതിൽ ഈ പ്രൈസുകൾ സെറ്റ് ചെയ്ത് വെക്കുക എന്നുള്ള ഒരു പണി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ആൾക്ക് എന്ത് ചെയ്യുക, കൂടുതൽ ടൈം ബിസിനസ്സിൽ ഫോക്കസ് ചെയ്യാനും ആ ബിസിനസ്സിനെ ഗ്രോ ചെയ്യാനും മൾട്ടിപ്പിൾ ലൊക്കേഷൻക്ക് എങ്ങനെ ഫ്രാഞ്ചൈസി മോഡലൊക്കെ മാറ്റാം എന്നുള്ള കാര്യങ്ങളിലൊക്കെ കൂടുതൽ ടൈം കിട്ടും, പ്ലാൻ ചെയ്യാനുള്ള ടൈം കാര്യങ്ങൾ കിട്ടും എന്നുള്ളതാണ്.